ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പേര് എന്താണ് മമ്മി? കിട്ടാത്ത മുന്തിരി പുളിക്കും. മുന്തിരി കിട്ടാതെ പുളിച്ച് നടക്കണ ഒരു കോണാൻ്റെ കഥയാണ്, അല്ല കോണാൻ്റെ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. കോമണറല്ല, കോണാൻ. അപ്പം ശരിക്കും കോമണർ എന്ന് വിളിക്കാനല്ല തോന്നണം, കോണാനെന്ന് വിളിക്കാനാണ് തോന്നണത്. ബിഗ് ബോസ് കഴിഞ്ഞ് 4-5 മാസമായി. എന്നിട്ടും ഈ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഈ ഒരു അനീഷ് എന്ന് പറയുന്ന കിഴങ്ങൻ കോമണർ എന്ന് ആരാണ് ഇവനെ കോമണർ എന്നും പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറ്റിയത്? അവൻ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് ചില്ലറ കാര്യങ്ങളൊന്നും അല്ല. എന്ത് കണ്ടിട്ടാണ് ഈ ജനങ്ങൾ ഇവൻ്റെ പിന്നാലെ പോയത്? പിന്നെ ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് എങ്ങനെയെങ്കിലും വിന്നറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളാണ് ഇറക്കി കളിച്ച്. എന്നിട്ട് എന്തോന്ന് ചെയ്ത്? അത് കിട്ടാത്തോണ്ട് എന്തൊക്കെ പറയുന്നതിന്റെ ഒരു ഇതാണ് അവൻ ഈ അനുമോളെ പറയണത്. ഒരു മൈക്കും ഒരു പൊതുവേദിയും കൊടുത്ത വായി തോന്നണത് പറയണ്. കുറെ നുണകളും അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് വിവരോ ഇല്ല, കൊക്കണോ ഇല്ല, ഒന്നുമില്ല. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എന്തോ അവാർഡ് ഫംഗ്ഷൻ, അവാർഡ് എന്തോ ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. അനുമോൾക്കും ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ അത് മേടിക്കാനായിട്ട് ഇയാളെ ക്ഷണിച്ച് ഇയാൾ കുറെ നാള് കൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാ നീ നല്ലതുപോലെ മര്യാദയുടെ സ്വരത്തിൽ നീ വന്നിട്ട് പോ, എങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്ന് പോലും ബോധമില്ല. വന്നിട്ട് അനുമോളെ മാത്രമല്ല അടച്ചാക്ഷേപിക്കും കണക്ക് പറയണത്, സ്ത്രീകളെ മൊത്തത്തില് അടച്ചാക്ഷേപിക്കും കണക്ക് ഈ ഇതരാണ് കിഴങ്ങൻ. ബാക്കി പൂരിപ്പിച്ചോണം. എനിക്ക് അങ്ങനെയാണ് കാണിച്ചു കൂട്ടണത്, പറയണതൊക്കെ കേട്ട സത്യം പറഞ്ഞ അതേ വിളിക്കാൻ തോന്നും. കിഴങ്ങന്റെ സ്വഭാവം വെറും കിഴങ്ങ. മൈക്ക് കൈ കിട്ടിയ ഇവ എന്താണ് പറയണത്? ഒരു ബോധവും ഇല്ലാത്ത രീതിക്കുള്ള വർത്താനമാണ് അവൻ പറയണത്. കപ്പ് കിട്ടാതെ വന്ന് പ്രാന്തായി. അനുമോള് വിന്നറും ആയി, കപ്പും കിട്ടി. അനുമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് നേടിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ കാറ് കിട്ടിയില്ല, മൊത്തത്തില് പോയി. അങ്ങനെ ഭ്രാന്തായതാണ് ആലോചിച്ച. കോണ മൊത്തത്തില് മൂഞ്ചിപ്പോയി. ബിഗ് ബോസ് മലയാളം. അനീഷാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ. അനുവിന് എന്നെ ചിരി വരണു. ഇതെന്തിന് ദൈവമേ എനിക്ക് കൊണ്ട് തന്നത്? അയ്യോ, ഈ കിഴങ്ങന് കൊടുക്കാനുള്ള അവാർഡ് ഈ അനുവിനെ കൊണ്ട് കൊടുപ്പിച്ചത്. ഇത്രയും ഫേമസ് ആയ ഒരു കുട്ടിയെ കൊണ്ട് ഈ കിഴങ്ങന് അവാർഡ് കൊടുത്തത് വളരെ മോശമായിപ്പോയി. വേറെ ആരെങ്കിലും ക്ഷണിക്കായിരുന്നു. ബിഗ് ബോസ് വിന്നറായ ഇത്രയും മര്യാദയുള്ള കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ച ഒരു പെൺകുട്ടി, ഒരുപാട് ഷോകളിൽ പങ്കെടുത്ത് സീരിയലുകളിൽ അഭിനയിച്ച് ലക്ഷക്കണക്കിന് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, നല്ല മര്യാദയുള്ള ഒരു കുട്ടി. ഈ കുട്ടിയെ എന്തിനാണ് ഈ കിഴങ്ങനായ യവന് അവാർഡ് കൊടുക്കാനായിട്ട് ക്ഷണിച്ച നിങ്ങളെയൊക്കെ വേണം പറയാൻ. മടലിലടിക്കണം. ബാക്കി കേക്ക്. അടുത്ത അവാർഡ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത് പ്രിയങ്ക ചേച്ചി. ട്രോഫി നൽകണം. പ്രിയങ്ക ചേച്ചിയാണ് ട്രോഫി നൽകുന്നത്. നല്ല ആളെ കയ്യിൽ നിന്നാണ് ആ ട്രോഫി മേടിക്കാൻ നിനക്ക് യോഗം ഉണ്ടായത്. ഇവരറിഞ്ഞൂടെ ആണുങ്ങളെ മൂട് താങ്ങി ഫെമിനിസത്തിന്റെ എല്ലാ ബെനിഫിറ്റ്സും അനുഭവിച്ചിട്ട് ഫെമിനിസത്തിനെ കുറ്റം പറയണ ഒരു തള്ളച്ചി അവന് ചേരും. അടുത്തതായി ഞങ്ങളുടെ ഡാൻസ് ഗിഫ്റ്റ് നൽകുന്നത് അനുവാണ്. അനീഷിന് നൽകുന്നു. ഇനി അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ് നൽകുന്നത് പ്രിയങ്ക ചേച്ചിയാണ്. യെസ് അനീഷ്, എന്താണ് പറയാനുള്ളത്? മണ്ടൻ വാ തുറക്കാൻ പോവേണ് നിങ്ങൾ. എല്ലാരും ചെവി കോർത്ത് ഇരുന്നോളണം. മണ്ടനായ മണ്ടൻ, കിഴങ്ങനായ കിഴങ്ങൻ വാ തുറക്കാൻ പോവേണ്. അപ്പൊ ഒന്ന് കേട്ടോളണേ. എന്തുമാത്രം ജനങ്ങൾ കാണണ ഒരു ഷോയാണെന്നൊന്ന് ചിന്തിച്ചോളണം. യവൻ്റെ വായിന്ന് വീഴണ വാക്കൊന്ന് ശ്രദ്ധിച്ചോളണം. ആ ഒരു അനുവിനെ പറയണം. ആ കുട്ടി എത്ര സഹിച്ച് അതിനകത്ത് നിന്നെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. സമ്മതിച്ചു തരണം അനു. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ ആദ്യം തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന 99% ആളുകളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ത്രില്ലുണ്ട്. പിന്നെ ഇങ്ങനൊരു അവാർഡിന് എന്നെ പരിഗണിച്ചതിലും എനിക്കത് കിട്ടിയതിലും
ഒരുപാട് എന്താ പറയാ, ഞാനിപ്പോ മാനം മുട്ടിയാണ് ഇപ്പൊ നിൽക്കുന്നത് സത്യത്തില്. മാനംമുട്ടി മലമുട്ടി എന്ന് പറയാത്ത ഭാഗ്യം ആ ഭാര്യയെ സമ്മതിച്ചു കൊടുക്കണം. ഭാര്യ എക്സ് ഭാര്യ. ഓ അയ്യോ എന്റെ പൊന്നോ, ഈ അനുമോള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇവന്റെ വായിലെല്ലാം പോയി ചാടിയിരുന്നെങ്കിൽ ഇവന്റെ ഗെയിം ആയിരുന്നത്. എന്ത് തേങ്ങ ആയിരുന്നെങ്കിൽ ആ സമയത്ത് അവൻ പോയി ഇഷ്ടമാണെന്ന് കല്യാണം കഴിച്ച എന്തോന്ന് എന്തെന്ന് പറഞ്ഞ കല്യാണം കഴിച്ചോട്ടെ കല്യാണം കഴിക്കാൻ മുട്ടി നിക്കണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനു മറുപടി പറയാത്തത് അനു പറഞ്ഞത് ഗുരുവായൂര് വെച്ച് നടത്തണം എന്ന് പറഞ്ഞപ്പോഴേ അവൻ എഴീച്ചങ്ങ് പോയി അവളെ കല്യാണം. ശരിക്കും പറഞ്ഞാൽ ഒരാണിന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അവൻ എങ്ങനെ അവൻ സ്നേഹിക്കണ പെണ്ണിനെ ട്രീറ്റ് ചെയ്യണം നോക്കിയാൽ മതി. അപ്പൊ അറിയാൻ പറ്റും. പൊട്ടം കാണിച്ചു കണ്ടില്ലേ ഇവള് അനുമോള് റിജക്ട് ചെയ്തതിന് ശേഷം അനീഷിന്റെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ തന്നെ ഓപ്പൺ സ്റ്റേജിൽ അവൻ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നെങ്കിൽ ഈ ഒരു ഓപ്പൺ സ്റ്റേജിൽ ഒന്ന് പരസ്യമായിട്ട് താൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെ അവഹേളിക്കൂ? അത് അവിടെ വെച്ചിട്ട് തന്നെ രണ്ടാമത് കയറിയല്ലോ ബിഗ് ബോസ് ഹൗസിനകത്ത്. രണ്ടാമത് ബാക്കിയുള്ളവർ കയറിയപ്പോ യവൻ എന്തുകൊണ്ട് ഈ കുട്ടി ഒരുപാട് കിടന്ന് മറ്റുള്ളവർ കഷ്ടപ്പെടുത്തിയപ്പോ യവൻ എന്തുകൊണ്ട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അതാണ് യവന്റെ ഗെയിമായിരുന്നു. യവൻ പ്രീതി പിടിച്ച് പറ്റാൻ വേണ്ടി യവൻ കാണിച്ച അവന്റെ ശരിക്കുള്ള സ്വഭാവം അന്നും കാണിച്ച് ഇപ്പോഴും കാണിച്ച്. ഇതാണ് അനീഷ്. യവൻ സ്ത്രീ വിരോധിയാണ്. സ്ത്രീ വിരോധി. കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു അവാർഡ് ഷോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ഭാവിയിലൊക്കെ എനിക്കും ഇങ്ങനെയൊക്കെ അവാർഡ് കിട്ടുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അടുത്ത വർഷം തന്നെ, രണ്ടാമത്തെ വർഷം തന്നെ ഈ ഒരു ഷോ നടക്കുമ്പോൾ എനിക്ക് കിട്ടി. അതിലൊരു സന്തോഷമുണ്ട്. നല്ല തള്ളിനുള്ള അവാർഡ്. ഇവൻ കരഞ്ഞു വിളിച്ചങ്ങോട്ട് മേടിച്ചതാണ്. എങ്ങനെയോ ഇവൻ കരഞ്ഞു വിളിച്ച് ആരെയൊക്കെ കൊണ്ട് അവൻ നേടിയെടുത്തതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവാർഡ് വേണം, അനുമോൾക്ക് കിട്ടണ കണ്ട അനുമോൾക്ക് അവിടെ അവാർഡ് കൊടുക്കണം. അനുമോൾക്ക് കിട്ടണത് ഇവന് അസൂയാണ്, മൊത്തത്തിൽ അസൂയാണ്. ഇനാഗ്രേഷൻ കിട്ടണത് അസൂയ, ഓരോ ഷോകളിൽ പോയി പ്രോഗ്രാം ചെയ്യുന്നത് ഇതെല്ലാം ഇവന് അസൂയാണ്. എനിക്ക് തോന്നണത് ഇവൻ ഈ ഒരു അവാർഡിന്റെ ഈ ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് എനിക്ക് പ്രൈസ് വേണം, എനിക്ക് പ്രൈസ് വേണം, എനിക്ക് പ്രൈസ് വേണം, എനിക്ക് പ്രൈസ് വേണം, ഇങ്ങനെ സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്നത് പോലെ യവൻ അവരെ എന്ന് ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കാതെ ഓരോ ചാനൽ തോറും യവൻ നടന്ന് വിളിച്ചാണ് യവൻ ഇത് മേടിക്കുന്നത്. ശല്യം സഹിക്കാതെ കൊടുത്തതായിരിക്കും. മൈജീര യവന് വിന്നറാവാൻ പറ്റാത്തതിന് ജനങ്ങളാണ് അനുമോളെ വിന്നറാക്കിയത്. നീ ലക്ഷക്കണക്കിന് വാരി എറിഞ്ഞല്ലോ, ലക്ഷക്കണക്കിനാണ് വാരി എറിഞ്ഞ PR-നെ വെച്ചിട്ട്. എന്നിട്ട് പറഞ്ഞ അനുമോക്ക് PR. അനുമോളെയൊക്കെ PR-ആണ് നമ്മൾ, ജനങ്ങളായിരുന്നു. ഒരുപാട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് നമ്മൾ അനുമോക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. വോട്ട് പിടിക്കാനായിരുന്നാലും എല്ലാം. നമുക്കൊന്നും പൈസ തന്നിട്ടല്ല, നമുക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്തതാണ്. അതിനേക്കാളൊക്കെ ഉപരി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. കൂടാതെ അനുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയാ, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ. സ്വീറ്റ് റിവഞ്ച് പോലെ സ്വീറ്റ് റിവഞ്ച് ഒട്ടം തന്നല്ലോ ഇത്. സ്വീറ്റ് മധുരമുള്ള പ്രതികാരമൊന്നും പ്രതികാരം. യവനെ അനുമോളെ കിട്ടാത്തതിൽ ഒന്നാമത് പ്രതികാരമുണ്ട്. ഇതാണ് പറയണ, കിട്ടാത്ത മുന്തിരി പുളിക്കും. കപ്പും കിട്ടിയില്ല, പെണ്ണും കിട്ടിയില്ല, എല്ലാം പോയി. അതാണ് സത്യം. ഇതുകൊണ്ട് ഇവന് അസൂയ, കുശുമ്പ്, ഇതിനൊക്കെ എന്താ തന്നെ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. ഇനി ഉള്ള ജന്മം ഫുള്ള് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കാത്രേ ഉള്ളൂ. നീ ഇങ്ങനെ അനുമോളെ പിന്തുടർന്ന് നടക്കാൻ എന്തിനാണ്? ഇതും കഴിഞ്ഞിട്ട് ചെന്ന അവൻ സ്റ്റോറി ഇട്ടിരിക്കണം, മേക്കപ്പ് ഒലിച്ചു പോകുന്നു. യവൻ ഏതെല്ലാം ഷോയില് യവൻ മേക്കപ്പ് ഇട്ടും കൊണ്ടാണ് അവൻ വന്നത്. ഇപ്പം എന്താ മേക്കപ്പാണ് ഇട്ടിരിക്കണം, ഫുള്ള് അവൻ മേക്കപ്പിലാണ് ഇപ്പം നടക്കണത്. ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ഫണ്ണായിട്ട് പറയണമെങ്കിൽ നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. എടാ ഫണ്ണാണെങ്കിൽ ഇങ്ങനത്തെ പൊതുവേദിയിൽ വന്ന് ബാക്കിയുള്ളവരെ പറഞ്ഞിരിക്കണം. അതാണ് പറഞ്ഞത്. നിനക്ക് വിവരവും ഇല്ല, ഒന്നുമില്ല. നീ എന്തൊക്കെയോ ബുക്ക് ഇറക്കണ്, കഥ എഴുതണം. ഒരു സാമൂഹ്യ ബോധം ഇല്ലാത്ത നിന്റെ ബുക്കുകൾ ആര് മേടിച്ച് വായിക്കും? ഇങ്ങനെ ഇല്ല ബുദ്ധി ഇല്ലാത്തരം പറയണ. അത്യാഗ്രഹം കൂടുതലാണ് കേട്ടാ. റോയ് സാറ് 10 ലക്ഷം രൂപ കൊടുത്ത് യവന് അതിലും യവന് 10 ലക്ഷം കുറഞ്ഞു പോയെന്ന് കുറുക്കുവിളി കാരണമാണ് കൊടുത്തത്. ഇല്ലെങ്കിൽ നാശം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. അനുമോക്ക് കിട്ടിയതിന്റെ അസൂയ ആ ഒരു സെൻസിൽ എടുക്കണം. പിന്നെ പ്രിയങ്ക ചേച്ചി ഇത്രയും നാളത്തെ ഒരു എന്താ പറയാ, ഇത്രയും നാളത്തെ ഒരു സിനിമയിലുള്ള ആളാണ്. അപ്പോൾ പറയാ വാക്കുകളില്ലേ,
പ്രിയങ്ക ചേച്ചി ഇത്രയും നാളത്തെ സിനിമയിലുള്ള ആള്, അല്ലാതെ അനുമോള അറിഞ്ഞൂടാ. അനുമോള കോമഡിയിലുള്ളതായിട്ടാണ് കരുതിയിരിക്കണം. ബിഗ് ബോസ് വിന്നറാണെന്നെങ്ങും പറയില്ല, അവൻ ബിഗ് ബോസിലുള്ളവനാണെന്ന് വന്ന് പറയും. തന്നെ അനീഷിന്റെ പേര് വിളിച്ചത് അനീഷ് TA ബിഗ് ബോസാ. ആ എന്തിനാ എന്തോ. സോ എനിക്ക് സന്തോഷമുണ്ട്. രണ്ട് എമിനന്റ് ലേഡീസിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്ക് അവാർഡ് വാങ്ങാൻ സന്തോഷം. സ്പെഷ്യലി എലിമിനല്ലേ എമിനന്റ്. സൈഡിൽ നിന്ന് എനിമീന്ന് പറയാത്ത ഭാഗ്യം. സൈഡിൽ നിന്ന് പ്രിയങ്ക പെരുവാണ് എമിനന്റ് ലേഡീസ് എന്ന് പറഞ്ഞപ്പോ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സ്പെഷ്യലി ഒരിക്കൽ കൂടെ പറയുന്നു, ബിഗ് ബോസ് ആണ് ആരും അറിയാതെ കിടന്ന എന്നെ അനുമോള് സഹിച്ച് നിക്കണ്, ശവത്തിന്റെ ഇടയിൽ പിടിച്ച് നിർത്തിയിരിക്കണത്. കടപ്പാടും എല്ലാ സമയത്തും എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും, എൻ്റെ വാക്കുകളുണ്ടായിരിക്കും, എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ടായിരിക്കും. ഈ സുപ്രഭാതം അനു എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ബിഗ് ബോസിൽ. അല്ല, സുപ്രഭാതം ബിഗ് ബോസ് എന്നായിരുന്നു. സുപ്രഭാതം ബിഗ് ബോസ് ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഐക്കോണിക് ഡയലോഗാണ്. എന്റെ ഐക്കോണിക് ഡയലോഗാണ് തേങ്ങാ കൊല. നീ പറയണ്ട, ആദ്യത്തെ ഭാര്യയെ എങ്ങനെ സഹിച്ചാ എന്തോ കഷ്ടം. നോക്കുമ്പോ പ്രതിമയെ കണക്ക് അവിടെ ഇവിടെ പോയി നിൽക്കും. ഒന്നും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ കോണാനാണ്, ഞാൻ കോണാനാണ്. കോണാനാണ്. അതുകൊണ്ട് അത് മാറ്റി പറയില്ല, മാറ്റി പിടിച്ചിട്ടൊന്നുമില്ല. പറയൂല. എനിക്കവിടെ ബിഗ് ബോസ് ആണ് ഉയരം തോന്നുന്നല്ലേ അനീഷിന്റെ? തീർച്ചയായിട്ടും. വേറെ എന്താണ് അനീഷിന്റെ മനസ്സിലുള്ളത്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എന്തിനോടാണ്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്. ഇവന് ശരിക്കും ഡബിൾ ഡാഡി സിൻഡ്രോം ആണ്. അതായത് ഇവ മുമ്പ് ബിഗ് ബോസിലുണ്ടാകുന്ന സമയം പറയുമായിരുന്നു എനിക്ക് പ്രണയം എന്നോടാണെന്ന്. ഇപ്പൊ പറയണ എനിക്ക് ആദ്യം പ്രണയം ബിഗ് ബോസിനോടാണ്, രണ്ടാമത് പ്രണയം എന്നോടാണ്. എടാ, സെൽഫ് ലവ് ചെയ്യണ ഒരു വ്യക്തി ആദ്യം എന്തിനേക്കാളും വലുത് ആദ്യം സ്വയമാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അനുമോളടുത്ത് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞതാ, അത് വേറെ. ബിഗ് ബോസ് കഴിഞ്ഞ് നിനക്ക് ആരോടാണ് പ്രണയം? എനിക്ക് സെൽഫ് ലവ് ആണ് എനിക്ക് ആദ്യമാണ് തോന്നാനുള്ളത്, സെൽഫ് ലവ്. എന്നിട്ട് വേറെ എന്തും മണ്ടൻ തന്നല്ലോ ഇവൻ. വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ഒരു മൊമെന്റിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഡിജിറ്റൽ മീഡിയ സൂപ്പർ സ്റ്റാർസിന് അറിയാണ് അനു തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ആൾക്കാർ തെരഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരുമിച്ചിട്ടായിരുന്നു. ഇപ്പൊ എന്താണ് കറന്റ് സ്റ്റാൻഡ്? ഫ്രണ്ട്ഷിപ്പ്, ഹൗ സ്ട്രോങ് ആർ യു ഗോയിങ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. പ്രൊഫഷണൽ ബന്ധവും ആരൊക്കെയാണ്? അനു, അനീഷ്. പ്രൊഫഷണൽ ബന്ധം അല്ല, വേറെ ബന്ധം പോയി ഞാൻ ചെന്ന് കയറി കൊടുത്താലും പിന്നെ അതിൽ കൂടുതൽ ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത അഞ്ജന മാഡം അവിടെ ഇരിക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ട് എന്നുള്ളത്. അത് വീണ്ടും ഞാൻ ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ലൈൻ കട്ട്. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. അയ്യോ, ഇവ എന്തൊക്കെയാണ് വിളിച്ച് പറയണ? ഒളിവോ മറയോ ഓവർ ക്യൂട്ട്നെസ്. അതായത് ഒളിവും മറയും ഓവർ ക്യൂട്ട്നെസ്സും അനു കാണിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. ഒരാളെ ഇത്രയും ഓപ്പൺ ആയിട്ട് ആക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ അത് ഈ പൊട്ടന് മാത്രം. ഇത്രയും ആളുകളെ ഇടയിൽ വെച്ചിട്ടാണ് ഇവ ആക്ഷേപിച്ചിരിക്കുന്നത്. ഈ പൊട്ടനായ മണ്ടനായ കിഴങ്ങനായ യവൻ പറയുന്നതിന് വല്ലോ കാര്യം കാണണ്ടേ? ഇവൻ വായി തൂതി ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതിയാ? വായിൽ വരണ എല്ലാം അങ്ങ് ഛർദിക്കുകയാണ്. വയ്യാത്തത്. സോ ഞാൻ പറയുന്നു, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ആ പ്രൊഫഷണൽ ബന്ധം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി ഇത്രയും ആളുകളുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ അത് ഏറ്റവും നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു കാര്യമല്ലേ? ഇവൻ എന്തിനു ഇതില് വന്ന് പറയണ്? ഈ മണ്ടന് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇതാണ് നിനക്ക് അവാർഡൊന്നും തരാത്ത. അവാർഡ് മേടിക്കാൻ വന്നാ അത് വാങ്ങിച്ചിട്ട് ഇറങ്ങിപ്പോണം. ഇവ ആളാവണത് മര്യാദക്ക് വന്നിട്ട് കിട്ടാനുള്ളത് നീ 10 പേരടുത്ത് ചോദിച്ചിട്ടാണ് നിനക്കിത് കിട്ടിയത്. നീ അതിന്റെ മാനം മര്യാദക്ക് വന്ന് നീ മേടിച്ചോണ്ട് പോ. അതിന് നീ എന്തോന്നൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. മൈക്ക് കയ്യിൽ കിട്ടിയപ്പോ പിന്നെ ഇവന് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അല്ല, ഇപ്പൊ കാണായിരുന്നു. എടാ, അനുമോൾ ഇല്ലായിരുന്നെങ്കിൽ ബിഗ് ബോസിന്റെ ആ ഒരു താഴോട്ട് പോക്കുണ്ടല്ല, അത് കാണായിരുന്നു. അനീഷും കുനീഷൊന്നും അവിടെ ഒന്നും അല്ലായിരുന്നു. അനു ഉള്ളത് കൊണ്ട് മാത്രം. നീ ചെന്ന് അവിടെ കുത്തിയിരുന്നതല്ലേ ഉള്ളു. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ഇത് പറയാനല്ലേ നിനക്ക് അറിയാനുള്ളായിരുന്നു. ബിഗ് ബോസ് ഷോ എന്താവും ഒന്നുമില്ല, ആരും കാണേ ഇല്ലായിരുന്നു. അസൂയ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ ആണുങ്ങൾക്കൊക്കെ ഇത്ര അസൂയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് അസൂയ മൂത്ത് അവന് പ്രാന്തായി. ഏതെങ്കിലും ആശുപത്രിയിൽ ഇപ്പൊ കാണിച്ചാൽ ഇപ്പഴാകുമ്പോ നടത്തി കൊണ്ടുപോവാ. നിന്നെ നമ്മളെ റോയ് സാറിനെ വരെ പറഞ്ഞു നിനക്ക് കുറഞ്ഞു പോയെന്ന്. അതൊക്കെ നീ ചോദിച്ചു മേടിച്ചതല്ലേ.
നീ ഈ 10 ലക്ഷമൊക്കെ ചോദിച്ച് തെണ്ടി ഈ തായേ അമ്മേ തായേ എന്ന് പറഞ്ഞിരുന്ന് ചോദിച്ചതല്ലേ? നിനക്ക് ബിഗ് ബോസിൽ നിന്ന് നിനക്കൊന്നും കിട്ടാത്തതിൻ്റെ ഇതാണ്. ഇത് സംഭവം 10 ആൾക്കാരെ മുമ്പ് വെച്ച് നാണം കെടുത്താനുള്ള അവസരമാണ്, വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നാണം കെടുത്തിയ നീ മണ്ടനായി. നിന്നെ കിഴങ്ങനായിട്ടാണ് ജനങ്ങൾ കണ്ടിരിക്കണം. എഴുത്തുകാരനെന്നും പറഞ്ഞ് എന്തിന് നടക്കണത്? സാധാരണ എഴുത്തുകാരെ അവരെ പറയിക്കാതിരുന്നേ, നല്ല മനുഷ്യനെ പറയിക്കരുത്. നിനക്ക് വയലും പാടമൊക്കെ ഉണ്ടല്ലോ, നീ തൂമ്പ എടുത്ത് കിള. മതി, എനിക്ക് മതി, മടുത്ത് ഞാൻ പോകും.